20 വർഷം ഞാൻ അനുഭവിച്ച പോലെ തന്നെ ആയിരിക്കും 1 വർഷമാണെങ്കിലും ഒരു പുരുഷൻ തെറ്റിയാത്ത പുരുഷൻ അനുഭവിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഞാൻ പുരുഷന്മാരോട് നിൽക്കുമെന്ന്. കാരണം ഒരു സ്ത്രീയെ മാത്രം എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു തെറ്റായ വഴക്കായിട്ട് ഞാൻ കാണുന്നു. രണ്ടുപേരും വെറുതെ വിട്ടേക്ക്, കേസ് വരട്ടെ. അതുവരെ എന്തിനെങ്ങനെ കീറി മുറിക്കുന്നത്? ഈ ഒരു കേസിൽ ഇപ്പൊ ദിലീപിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ് ഒരുപക്ഷെ വിധി വന്നത് എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് സന്തോഷം കുറച്ചുകൂടി ഉണ്ടാവുമായിരുന്നു. അത് ഒരു പെൺകുട്ടിയുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ കണ്ടിട്ടാണ് ആ ഒരു ഇത് വരുന്നത്. പക്ഷെ ഇതിനകത്ത് ഒതുക്കലുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ദിലീപിന് ഈ ഒരു സമയത്ത് ഒതുക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാകാം. ഈ സിനിമയിൽ തന്നെ പ്രവർത്തിക്കുന്നവരുണ്ടാകാം. അങ്ങനെ ചേച്ചി വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പറയട്ടെ, അങ്ങനെ ഒതുക്കിയാൽ ഒതുങ്ങുന്ന ഒരാളല്ല. ഇതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും അവരുടെ പടം വിജയിപ്പിക്കുന്നതൊക്കെ ജനങ്ങളാണ്, അല്ലേ? നമ്മളെ ഫീൽഡിനകത്തുള്ള ആൾക്കാർ ഒതുക്കാൻ നിന്നാലൊന്നും ഒതുങ്ങുന്ന കാര്യങ്ങളൊന്നുമില്ല. പടം വന്നാൽ ചെയ്യും, അത് വിജയിപ്പിക്കും, ജനങ്ങളുടെ ഇടയിൽ നിൽക്കും ചെയ്യും. പിന്നെ ഈ പറയുന്ന എന്താണെങ്കിലും അവർ വിചാരിച്ചൊരു വിധി കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ട കാര്യം. കാരണം വെച്ചാൽ ഓൾറെഡി 6 പേർക്കും വിധി വന്നു കഴിഞ്ഞു. ഇനി അതെന്താന്നുള്ളത് നോക്കണം. ഇപ്പം നമ്മൾ ന്യൂസ് വന്നിട്ടേ ഉള്ളൂ, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അത് നോക്കണം. എന്തായാലും ഇങ്ങനെ ഒരു കാര്യത്തിന് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തൊരു വിധി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ നമ്മളല്ല അതിന് പറയുന്നത്.